നാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത നാഥ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകയില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വെളിപ്പാട് 12-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിന്റെ, ഓ ജീസസ്, ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ തൂണ. ഉറച്ചൊന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ തൂണ. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം തൂൺ എന്നുള്ള സബ്ജക്റ്റാ, പില്ലർ. ആമേൻ. ശ്രദ്ധിച്ചോണം. ജയിക്കുന്നവനെ എൻ്റെ ആലയത്തിന്റെ തൂണാക്കും. അപ്പൊ ദൈവത്തിന് ഒരു കാര്യം ആവശ്യമുണ്ട്, ചില തൂണുകളെ ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? ആലയത്തിന്റെ തൂണാക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ റെഫറൻസിലേക്കൊന്നും പോകുന്നില്ല, 3 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ജയിക്കുന്നവനെ ആലയത്തിന്റെ തൂണ് ഞാൻ ആക്കും. ദൈവത്തിന് ഈ കാലഘട്ടങ്ങളിൽ ചില തൂണുകളെ ആവശ്യമുണ്ട്. അത് ഏതെങ്കിലും ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ ആലയം പണിയുവാൻ. ഈ 3-ാം അധ്യായം പഠിച്ചാൽ 3 പ്രധാന പ്രാവശ്യം 3 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ജയിക്കുന്നവൻ ജയിക്കുന്നവൻ ജയിക്കുന്നവൻ. 1-ാമത്തെ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും. പാസ്റ്ററാക്കുമെന്നല്ല, ജയിക്കുന്നവന് വെള്ളയെടുപ്പ് ഞാൻ കൊടുക്കും. 2, അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ എന്നോടുകൂടി സിംഹാസനത്തിൽ ഇരിക്കും. 2, 3 പ്രധാന വിഷയങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 1, ഞാൻ അവന് വെള്ളയുടുപ്പ് കൊടുക്കും. 2, അവനെ ഞാൻ തൂണാക്കും. 3, വചനം ഇങ്ങനെ പറയുകയാണ്, അവനോട് സിംഹാസനം ഞാൻ അവന് കൊടുക്കും. ഈ 3 വിഷയവും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൽ ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം മാത്രമാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത്. വെള്ളയുടുപ്പിനും സിംഹാസനത്തിനും ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്ന പ്രധാന ഭാഗമാണ് തൂണെന്ന് പറയുന്നത്. ഒരു ബിൽഡിംഗ് നിൽക്കുന്നുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നതോ കാണാൻ കഴിയാത്തതുമായ ഏതോ മേഖലകളിൽ തൂണുകൾ കൊണ്ടതിനെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഓർക്കുക, വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയം ആ തൂണ്, പില്ലർ എന്നുള്ളത്. ഈ കാലഘട്ടങ്ങളിൽ ദൈവം ചിലരെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുന്ന ഈ ദൂത് ഒരുപക്ഷെ എത്ര പേർക്ക് ഗ്രഹിക്കുമെന്നോ തീർന്നില്ല, ഇത് എത്ര പേർക്കുള്ളതാണോ എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് ഈ വൈകിയ വേളയിൽ ചില തൂണുകളെ ഒരുക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുകയാണ്, ഇന്ന് ഈ നിമിഷം നീ പറ, അതിൽ ഒരു വ്യക്തി, ഞാനോ ദൈവമേ, ഞാനത് വിട്ടുകൊടുക്കത്തില്ല. എനിക്കായി തൂണായേ മതിയാകത്തുള്ളൂ, എനിക്ക് ആ തൂൺ ആയി തീർന്നേ മതിയാകത്തുള്ളൂ. ഇനി ശ്രദ്ധിക്കണേ, ജയിക്കുന്നവനെ ആലയത്തിന്റെ തൂണാക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജയിക്കാത്തവന് തൂണാകാൻ പറ്റത്തില്ല. ജയിക്കുക എന്ന വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജീവനുള്ള ഒന്നിനെ അത് കാണിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ഒരുത്തനോട് മോനെ എഴുന്നേറ്റ് പോയി പരീക്ഷ എഴുതി ജയിക്കണ എന്ന് പറഞ്ഞാൽ അവൻ ജയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തനെ വേണം തട്ടി എഴുന്നേൽപ്പിക്കാം, എന്നിട്ട് പറയാം, മോനെ നീ പഠിക്കണ, പഠിച്ചിട്ട് നീ പോയി പരീക്ഷ എഴുതും, നന്നായിട്ട് നീ ജയിച്ചിട്ട് വാ.
മരിച്ചു കിടക്കുന്ന ഒരുത്തനോട് ജയിക്കാൻ പറഞ്ഞാൽ അവൻ ഒരു കാലത്തും ജയിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ഈ നിമിഷം വചനത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അവൻ മരിച്ചു കിടക്കുന്നതിനോടല്ല ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്. ഏതൊക്കെയോ മേഖലകളിൽ പ്രാർത്ഥനയിൽ മന്ദീഭവിക്കപ്പെട്ട് കിടക്കുകയോ ഉറങ്ങിക്കിടക്കുകയോ തളർന്നു കിടക്കുകയോ നീ ആരെന്നറിയുവാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഒന്ന് തട്ടി കൊട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയാൻ വേണ്ടി പോകുകയാണ്, നീ എഴുന്നേറ്റോ, നിന്നെ എനിക്കൊന്ന് തൂണാക്കി മാറ്റാൻ പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ. നീ എന്തിനാ മയങ്ങിക്കിടക്കുന്നത്? നീ എന്തിനാ തളർന്നു കിടക്കുന്നത്? നീ എന്തിനാ നിരാശപ്പെട്ട് കിടക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ എനിക്ക് നിന്നെ ഒരു തൂണായിട്ട് മാറ്റിയെടുക്കാൻ പദ്ധതിയുണ്ട്. ജയിക്കുവാൻ നീ ഒരുങ്ങുക. ഹല്ലേലൂയ. ജയിക്കുക എന്ന വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജീവനുള്ള ഒരു തൂണിനെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. തൂണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷെ ചിന്തിക്കും, ഒരു ബിൽഡിങ്ങിനകത്ത് ഇതുപോലെ മനോഹരമായി സിമെന്റും മണലും കൊണ്ടൊക്കെ പണിതുയർത്തി കമ്പികളൊക്കെ ചേർത്ത് വെച്ച് കെട്ടി ഉയർത്തി പണിതൊരു തൂണ് അല്ലല്ലേ. അല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജയിക്കുന്നവൻ എന്ന വാക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ജീവനുള്ള ഒരു തൂണിനെ പറ്റിയാ. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ ദൈവം കാണിച്ചു കൊടുത്തൊരു തൂണുണ്ട്, അതിന് ജീവനുണ്ടായിരുന്നു. എന്നാൽ ജീവനില്ലാത്ത ഒത്തിരി തൂണിനെ വചനത്തിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ ഞാൻ കടക്കാം. പക്ഷെ അതിൽ തന്നെ ജീവനുള്ളൊരു തൂണിനെയും ദൈവം നന്നായി കാണിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് ജീവനില്ലാത്ത ഒരു തൂണല്ല. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ നിങ്ങൾ ചെന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരു ആത്മീക ഗ്രഹം പണിയുവാൻ. അർത്ഥം, നീ അവന്റെ അടുക്കൽ വന്നപ്പോൾ നീ സാധാരണ കല്ലല്ല, നീ ചലിക്കുന്ന കല്ല. ഓ ജീസസ്. ആരെങ്കിലും കയറി ചവിട്ടിക്കൊണ്ടുപോകുന്ന കല്ലല്ല, നീ ചലിക്കുന്ന കല്ല. ചവിട്ടുന്ന കല്ലല്ല, നീ ചലിക്കുന്ന കല്ല. ഇന്ന് ഈ നിമിഷം വിശ്വാസത്താൽ പറ, എന്നെ ചവിട്ടിക്കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല. കാര്യം എനിക്ക് ജീവനുണ്ട്. എനിക്ക് ജീവനുള്ളത് കൊണ്ട് ചവിട്ടിപ്പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ശ്രദ്ധിക്കൂ, ജയിക്കുന്നവനെ ആലയത്തിന്റെ തൂണാക്കും. അർത്ഥം, നീ ജയിച്ചാൽ ഇന്നിവിടുന്ന് മടങ്ങിപ്പോകുന്നത് ഒരു വലിയ തൂണായിട്ടാണ്. വചനത്തിൽ ഒത്തിരി ഭാഗങ്ങളുണ്ട്. ഞാൻ തൊട്ടും പോകാൻ ആഗ്രഹിക്കുക. ഒത്തിരി തൂണുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായി തുടങ്ങുന്നൊരു തൂണ് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ തൂണ് ഉപ്പുതൂണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ചിലർക്ക് ഇത് കേൾക്കുമ്പോഴേ പേടിയാ. ഉപ്പുതൂണ്, അയ്യോ എന്തു വിലയാ. അല്ല, അത് വേറെ സംഭവമാണ്. ഉപ്പുതൂണ്. കാര്യം, എൻ്റെ വാക്കിൽ പറഞ്ഞാൽ അനുസരണം നടക്കാതെ വന്നപ്പോൾ ഒരു സ്ത്രീ ഉപ്പുതൂണായി മാറ്റപ്പെട്ടു. പ്രൈസ് ഗാഡ്. അവക്കൊരിക്കൽ ജീവനുണ്ടായിരുന്നതാ, പക്ഷെ അവൾ തൂണായപ്പോൾ അവൾക്ക് ജീവനില്ലാതായി തീർന്നു. ശ്രദ്ധിക്കണം, ദൈവം നിന്നെ ജീവനുള്ളതാക്കി നിർത്തിയിരിക്കുന്നത് നാളെ ഒരിക്കൽ ജീവനില്ലാതെ, കർത്താവേ തൂണാകണമെന്ന് എന്നോടൊരു തൂണുണ്ടായിരുന്നു, എന്നാ പിന്നെ ഞാൻ അങ്ങ് തൂണായേക്കാമെന്ന് പറഞ്ഞ് ഉപ്പുതൂണിന്റെ സെക്ഷനിൽ നീ പോകരുത്. നീ ചലിക്കുന്നൊരു തൂണായിരിക്കണം. സ്തോത്രം. ഉപ്പുതൂണ് നല്ലതാ, ഒക്കെ ശരിയാ. പക്ഷെ അത് അനുസരണക്കേടിലേക്ക് മാറ്റപ്പെട്ടപ്പോഴാണ് ഉപ്പുതൂണായി പോയത്. എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം. പണ്ട് നല്ല തൂണായിരുന്നത്, ഒരു കാലത്ത് ശോഭിക്കപ്പെട്ടുകൊണ്ടിരുന്നത്, ഒരു കാലത്ത് നന്നായി ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്നത്, ഒരു കാലത്ത് നന്നായി പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരുന്നത്, പലരും ആത്മീക ലോകത്തിൽ ജീവനില്ലാത്ത ഉപ്പുതൂണുകളായി പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ നടുവിൽ നിനക്കൊരു കോട്ടവും സംഭവിക്കപ്പെടാതെ, നിനക്കൊരു തകർച്ച സംഭവിക്കപ്പെടാതെ, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ നിന്നെ പൊതിഞ്ഞ് നിനക്കൊരു കേടും വരാതെ ദൈവം നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്ക്, ഞാനൊരു ഉപ്പുതൂണല്ല, ഞാൻ ചലിക്കുന്ന ചൂടാ. ഞാൻ ചലിക്കുന്നൊരു തൂണാ. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും സംഭവിക്കപ്പെടത്തില്ല. എന്നെ ദൈവം അടുത്ത ലെവലിലേക്ക് മാറ്റാൻ വേണ്ടി പോവാ. ഹല്ലേലൂയ. ഇനി 2-ാമത്തെ ഒരു തൂണുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. അവരുടെ പേര് യാക്കോബ് എന്ന. വീട്ടിൽ നിന്ന് അപ്പന്റെ അനുഗ്രഹം അടിച്ചു മാറ്റി വീട്ടിൽ നിന്ന് ഓടിപ്പുറപ്പെട്ട പുള്ളിയാ. സ്തോത്രം. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അടിച്ചു മാറ്റിയില്ലല്ലോ. ആമേൻ. അപ്പന്റെ അനുഗ്രഹം അടിച്ചു മാറ്റി വീട്ടിൽ നിന്ന് ഓടിപ്പോയ പുള്ളിയാ. കിട്ടിയത് തല വെക്കാൻ നല്ല 1-ാം തരം കല്ല്. സ്തോത്രം. എന്നാലും കർത്താവ് ഇതേലും കരുതിയല്ലോ എന്നൊക്കെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. തല വേണയായി കല്ല് വെച്ച്
കിടന്നപ്പോഴാണ് അതുവരെ കാണാത്തൊരു വെളിപ്പാട്. സ്തോത്രം. ഒരു മനോഹരമായ ദർശനം. ഈ ദർശനം കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര ഉണർവ. ഈ കല്ല് തലവണയായി വെച്ചിട്ട് ദൈവിക ദർശനം കിട്ടിയപ്പം എഴുന്നേറ്റിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനെ ഞാൻ തൂണാക്കി മാറ്റിയേക്കോ. ഈ കല്ലിനെ, ഇവിടെ ദൈവത്തിന്റെ ആരാധന വെളിപ്പെടേണ്ട സ്ഥലമാ. ഇന്ന് പകൽ ഒരു കാര്യം ഓർത്തോ, ദർശനം കിട്ടിയവന്റെ അകത്ത് ചലിക്കുന്ന ഒരു ആത്മാവാ. അവൻ എപ്പോഴും പറയും, എനിക്കൊരു തൂണ് പണിതേ മതിയാകത്തുള്ളൂ, എനിക്കൊരു ആരാധനയുടെ തൂണ് പണിതേ മതിയാകത്തുള്ളൂ, എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ആരാധന വെളിപ്പെടുന്ന ഒരു തൂണായി തീർന്നേ പറ്റത്തുള്ളൂ. ഇന്ന് വൈകിയ വേളയിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, വെറും ഒരു കല്ല എനിക്ക് കിട്ടിയതെങ്കിലും കുഴപ്പമില്ല, അതിനെ ഞാൻ തൂണാക്കി മാറ്റുകയോ. ഓ ജീസസ്. പക്ഷെ ഒരു കുഴപ്പം അവിടെ പറ്റിപ്പോയി. ദർശനം മറന്നപ്പോഴത്തേക്ക് പണ്ട് വെച്ച കല്ല് അവിടെ തന്നെ ഉണ്ട്. സ്തോത്രം. നാളുകൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ച പ്രത്യേകത എന്നറിയാമോ? മനസ്സിലായി, അയ്യോ ഞാൻ ഒരിക്കൽ പറഞ്ഞതാ. ദൈവം ഒന്ന് തട്ടി ഉണർത്തിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. എൻ്റെ പൊന്നു ദൈവമേ, അന്ന് ഞാൻ പറഞ്ഞത് അതിനെ തൂണാക്കാന്ന്. ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, പക്ഷെ കല്ല് ഇന്നും തൂണാകാതെ കല്ലായി തന്നെ കിടക്കുക. പിന്നെ തമ്പുരാൻ പറഞ്ഞു, മോനെ നീ വെച്ച കല്ല് ഇപ്പോഴും തൂണായിട്ടില്ല, അത് കല്ലായിട്ട് തന്നെ കിടക്കുക. നീ എന്തിനാ ഒരു ദർശനം കണ്ടപ്പോ വലിയ എടുത്തു ചാടി പറഞ്ഞത് ഒരു വലിയ തൂണാക്കി തീർക്കും, ആലയത്തിന്റെ തൂണാകും എന്നൊക്കെ നീ പറഞ്ഞത് എന്തിനു വേണ്ടിയാ? പ്രൈസ് ദി ലോർഡ്. തട്ടി ഉണർത്തിയപ്പോ കാര്യം പിടികിട്ടി. ഒറ്റ വാക്ക്, ദർശനത്തിന്റെ ആവേശത്തിൽ വാക്കുകൾക്കകത്തൊതുങ്ങത്തക്ക രീതിയിൽ പറഞ്ഞ ഒരു തൂണ, ദർശനത്തിന്റെ തൂണ്. അത് ചലനമില്ലാത്ത, ജീവനില്ലാത്ത കല്ല് പോലെ തന്നെ കിടന്നപ്പോൾ, നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇനി അങ്ങനെ കിടക്കാൻ പാടില്ല. ഇന്ന് വൈകിയ ചിലർ നോക്കി പരിശുദ്ധാത്മ പറയുക, നീ എഴുന്നേൽക്കേണ്ട സമയമായത്, ഇത് നീ പണിയേണ്ട സമയമാ, നീ എടുത്ത തീരുമാനങ്ങൾ നിറവേറ്റപ്പെടേണ്ട സമയമാ. ഇനി കല്ല് കല്ലായി കിടക്കരുത്, അതിനെ നീ തൂണാക്കി മാറ്റേണ്ട സമയമാ. യേശുവിന്റെ നാമത്തിൽ ഇനി അതങ്ങനെ കടക്കരുത്. ദൈവം നിന്നോട് എന്താ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നീ ഓടി ചെയ്തോണം. ദൈവം നിന്നോട് എന്താ നിന്നെ ഫോഴ്സ് ചെയ്തത്, എന്താ ദൈവം നിന്നോട് ഇടപെട്ടത്, എങ്ങനെ ദൈവം നിന്റെ ഹൃദയത്തോട് സംസാരിച്ചത്, ഇനി നീ അടുത്തൊരു ദൂതിന് വേണ്ടി കാത്തു നിൽക്കണ്ട. കിട്ടിയത് നീ ഓടിക്ക്, അതിന്റെ ആ പ്രവർത്തി നീ കാണാൻ വേണ്ടി പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അടുത്തത് നടന്നിട്ട് ഞാൻ അത് ചെയ്യാമെന്നല്ല, ദൈവമേ ദൈവം തന്ന ദൂത് പോലെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുകയാ. ഇനി ഈ കല്ല് കല്ലായി കിടക്കണ്ട, അത് ഞാൻ തൂണാക്കി അടങ്ങത്തുള്ളൂ. പക്ഷെ യാക്കോവിന് പിന്നെ ദൈവം ഓർപ്പിച്ചു കൊടുക്കേണ്ടി വന്നത്, മോനെ സംഭവമൊക്കെ പോയി. അപ്പം ദർശനത്തിന്റെ തൂണ് ഇനിയുണ്ട്, സാക്ഷ്യത്തിന്റെ തൂണ്, ഓർമ്മയുടെ തൂണ്. അവിടെ ഒന്നും ഞാൻ കടക്കുന്നില്ല, ഇതൊക്കെ വചനത്തിന്റെ പ്രൂഫോ, തെളിവുകളാണ്. ഇനി ഞാൻ വരാൻ പോകുന്ന വിഷയം, പ്രാധാന്യമായി വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന ഒരു തൂണുണ്ട്. അതാ ഇന്ന് രാത്രിയിലെ പ്രധാന വിഷയം. ഇസ്രായേൽ മക്കൾക്ക് സർവശക്തനായ ദൈവം കൊടുത്തൊരു തൂണുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത തൂണുണ്ട്. ബാക്കിയുള്ള തൂണുകൾ ഞാൻ ഓർപ്പിച്ചല്ലോ. ഇതാ ഉപ്പ് കൊണ്ടൊരു നോഹര തൂണ്. ദർശനത്തിന്റെ ആവേശം കൊണ്ട് എടുത്ത കല്ല് കല്ലായി തന്നെ കിടക്കുകയാ. അടുത്തത് സാക്ഷ്യത്തിന്റെ തൂണ്, രണ്ടുപേർ തമ്മിലുള്ള സാക്ഷ്യം, ഞാൻ കിടക്കുന്നില്ല. അടുത്തത് വചനത്തിൽ പറയുമ്പോൾ കാണുവാൻ സാധിക്കും, ഓർമ്മയുടെ തൂണ്. ഇതെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു തൂണിനെ വെളിപ്പെടുത്താൻ പോവാ. മേഘത്തൂണ്, അഗ്നിയുടെ തൂണ് ആകുവാണെങ്കിൽ നീ ഇതായിക്കോണം. പ്രൈസ് ദി ലോർഡ്. ആകുവാണെങ്കിൽ നീ ഇതായിക്കോണം. വായിച്ചാട്ടെ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-22. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതും ഇല്ല. ആമേൻ, ആമേൻ, ആമേൻ. അടിമത്തത്തിൽ നിന്നും യഹോവയാം ദൈവം
മിസ്രൈമിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ഒരു ജനത, ദൈവത്തിന്റെ സ്വന്തം ജനം. അവർ പുറപ്പെട്ടപ്പോൾ തന്നെ ദൈവം അവർക്ക് തൂണൊരുക്കി. അവിടെ എഴുതിയിട്ടുണ്ട്, അഗ്നിസ്തംഭം, മേഘസ്തംഭം. ഇതാണ് അവരെ അവസാനം വരെ എത്തിച്ചത്. പ്രൈസ് ഗാഡ്. ഇതിനൊത്തിരി ആഴങ്ങളുണ്ട്. ഈ ഭാഗത്തിൽ ഒത്തിരി ആഴങ്ങളുണ്ട്. ഒരു കാര്യം നീ ഓർത്തോണം, സർവശക്തനായ ദൈവം നിന്നെ പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നിന്നെ വിടത്തില്ല. നിനക്ക് വേണ്ട പ്രൊട്ടക്ഷനോടെ ദൈവം അയക്കത്തുള്ളൂ. സ്തോത്രം. നിന്റെ അടിമത്തം പൊട്ടിച്ചത്, നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത് നിന്നെ വെറുതെ വിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തട്ടിക്കളിപ്പിക്കാനല്ല, നീ ആരെന്ന് അവരുടെ മുമ്പിൽ ദൈവത്തിന് കാണിക്കാനാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വചനത്തിൽ പറയുകയാ, എന്റെ ജനത്തിന് പോകുവാൻ തക്കവണ്ണം, എന്റെ ജനത്തിന് സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഞാൻ അവർക്ക് വേണ്ടി വഴികാട്ടിയായി വെളിപ്പെടുകയാ. ഞാൻ അവർക്ക് വേണ്ടി 2 വിധത്തിലുള്ള തൂണ്, മേഘസ്തംഭം, അഗ്നിസ്തംഭത്തെ ഞാൻ കൊടുക്കുകയാ. എന്തിനാ ദൈവം ഈ തൂണ് കൊടുത്തത്? നിസാര വിഷയമൊന്നുമല്ല. നമ്മൾ കേട്ടുവിടുന്നത് പോലെ പറഞ്ഞു വിടാൻ പറ്റിയ സബ്ജക്റ്റ് അല്ല, ഭയങ്കര ഡീപ്പായിട്ടുള്ളതാ. ഇന്ന് ഈ നിമിഷം കേട്ടോണം, ദൈവം നമ്മെ കൊടുത്തതിന് പിന്നിൽ വലിയ ഉദ്ദേശങ്ങളുണ്ട്. അഗ്നി, മേഘം, ഇത് രണ്ടും ജനത്തോടുകൂടി ഉണ്ടായിരുന്നു. വചനം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മേഘസ്തംഭത്തിൽ യഹോവയാം ദൈവം ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ മക്കൾ അഥവാ മോശയോട് മേഘത്തിൽ സ്തംഭത്തിൽ ദൈവം സംസാരിച്ചു. അഗ്നിസ്തംഭത്തിൽ യഹോവയാം ദൈവം നിന്ന് ശത്രുക്കളെ ഒന്ന് നോക്കിയപ്പോൾ അവൻ താറുമാറായിപ്പോയി. അഗ്നിസ്തംഭം ശത്രുക്കളെ പരാജയപ്പെടുത്തുമ്പോൾ മേഘസ്തംഭം നിന്നോടുള്ള ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടുന്ന ഇടമാ. ഇന്ന് വൈകിയ വേള ദൈവാത്മാ പറയുക, ഈ ചലിക്കുന്നൊരു തൂണ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തത്. ആമേൻ. ദൈവത്തിന്റെ സ്വന്തം ജനത്തെ ദൈവം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കല്ലെടുത്തു കൊടുക്കുന്ന ദൈവം അല്ല ഈ ദൈവം. ചലിക്കുന്നതും ജീവനുള്ളതിനെ മാത്രമേ ദൈവം നിനക്ക് തരത്തുള്ളൂ. സ്തോത്രം. നിന്റെ വിഷയം എത്ര മരവിച്ച് കിടക്കുന്നതാണേലും ഇന്ന് പകൽ ദൈവ ശബ്ദം നീ കേട്ടിവിടന്ന് എഴുന്നേൽക്കുമ്പം മരവിച്ച് കിടക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തിന്റെ ചൂട് പതിക്കാൻ തുടങ്ങും. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ചൂട് വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം ഉറപ്പാ, ഇനി ഒരു പിശാചിനും നിന്നെ ഒതുക്കിയിടാൻ പറ്റത്തില്ല. കാര്യം എന്തെന്നറിയാമോ? നീ ആയിരിക്കും പിന്നെ ഏറ്റവും മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത്. ദാവീദ് നൃത്തം ചെയ്തപ്പോ ദാവീദിനെതിരായി സ്വന്തം ഭാര്യ വരെ നിന്ദിക്കുമ്പോ ദാവീദിന് പറയാൻ ഒന്നുണ്ട്, നീ എന്നെ ഇന്നലെ തൊട്ടാ കാണാൻ തുടങ്ങിയത്, ഞാൻ ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു കാലഘട്ടത്തിലും എന്നെ നന്നായി അറിഞ്ഞവൻ, എന്റെ തലമേൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തവൻ. ഓ ഹല്ലേലൂയ. അവൻ എന്നെ വിളിച്ചു വേർതിരിച്ചപ്പോ തന്നെ എന്റെ മേലുള്ള സ്വഭാവം മാത്രമല്ല, എന്റെ അവസ്ഥകൾക്കും അധികാരങ്ങൾക്കും ഒരു മാറ്റം വന്നതുകൊണ്ട് എനിക്ക് നൃത്തം ചെയ്ത് ആരാധിപ്പാതിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് മകൻ ദൈവത്തിന്റെ ചൂട് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. മേഘസ്തംഭത്തിനകത്ത് ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമാ, ഞാൻ കൽപ്പന നിനക്ക് തരാൻ വേണ്ടി പോവാം, നീ മലമുകളിലേക്ക് വന്നേക്കണം. മലമുകളിൽ മോശ കയറി ചെല്ലുമ്പം കാണാൻ പറ്റുന്ന പ്രത്യേകത, മേഘം ആ മലയിൽ ഇറങ്ങിയിരുന്നു. കാര്യം, മലയുടെ നിയന്ത്രണം ഇനി ഒരു ശക്തിക്കും ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ജീസസ് എന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, നിന്റെ കുടുംബത്തിനകത്തേക്ക് മേഘം ഇറങ്ങി വരാൻ പോവാ. ജീസസ്, ജീസസ്, ജീസസ്. ഇതുവരെ ദൈവ ശബ്ദം കേൾക്കാൻ നീ കൊതിച്ചിരുന്നെങ്കിൽ നീ വിശ്വസിച്ചോ, മേഘം ഇറങ്ങി വന്നു കഴിയുമ്പോൾ അത്യധികമായ ദൈവ ശബ്ദം നീ കേൾക്കാൻ പോവാ. ഇതുവരെ നീ അറിഞ്ഞതുപോലെയല്ല, ഇതുവരെ നീ കേട്ടതുപോലല്ല, വ്യത്യസ്ത നിലവാരത്തിൽ ദൈവ ശബ്ദത്തിലേക്ക് നീ മാറ്റപ്പെടാൻ വേണ്ടി പോകുകയാണ്. മേഘം പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പം
താഴത്തുള്ള ജനം, ഞാൻ അതിന്റെ ഭാഗങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, പറഞ്ഞു വിട്ട് എനിക്ക് പറ്റത്തുള്ളൂ, വേഗത്തിൽ പോകേണ്ട വിഷയമാണ്. താഴത്തുള്ള ജനം നോക്കിയപ്പം അവര് കണ്ടത് മേഘത്തെയല്ല, അവര് കണ്ടത് പർവ്വതം തീക്കകത്തിങ്ങനെ പുതിയപ്പെട്ടിരിക്കുകയാ. ജീസസ്, ഒരു ദൂത് ഞാൻ ഓർപ്പിക്കുകയാ. ദൈവത്തിന്റെ മേഘം നിന്റെ വീട്ടിൽ